സസ്പെൻസ് അവസാനിക്കുകയാണ്. ജാർഖണ്ഡ് എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ ഫലം പുറത്തു വരുന്നു. അഭിപ്രായ സർവേ ഫലം ഇങ്ങനെയാണ്: 14 ലോക്സഭാ സീറ്റുകളിൽ 12 NDA തന്നെ. കഴിഞ്ഞ തവണത്തെ അതേ ചിത്രം അല്ലേ അപർണ? അതെ, ഇന്ത്യ മുന്നണി 2 സീറ്റിൽ 2 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് JMM എന്ന തരത്തിലേക്ക് തന്നെ വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരുന്നു. വോട്ട് ഷെയർ കൂടി നമുക്കൊന്ന് നോക്കാം. 58% വോട്ട് ഷെയർ ആണ് NDAക്ക് ഇത്തവണ പറയുന്നത്. ഇന്ത്യ മുന്നണിക്ക് 32%, മറ്റുള്ളവർ എന്ന് പറയുന്നത് 10% എന്ന തരത്തിൽ കൂടി വ്യാഖ്യാനം. കഴിഞ്ഞ തവണത്തെ ചിത്രം ആവർത്തിക്കുന്നു എന്ന് തന്നെ പറയേണ്ടതായി വരും. മനു പറഞ്ഞതുപോലെ തന്നെയാണ്. അവിടെ ആദിവാസി വിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ട്. ആ സ്വാധീനം നിലനിർത്തിക്കൊണ്ട് തന്നെ BJPയുടെ നയങ്ങളും പരിപാടികളും നീക്കങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഗുണപ്പെടുന്നുണ്ടോ ഈ ഫലം കാണുമ്പോൾ? അല്ല, സ്വാഭാവികമായും അവിടെ ഇപ്പോൾ ട്രൈബൽ പോപ്പുലേഷനിടയിൽ വന്നിട്ടുള്ള ഈ ML വിഭാഗങ്ങളുടെ ഒരു ഹസാരിയബാഗ്, കൊഡേർമ, ചാത്ര, പാൽമു, അതുപോലെ ഉള്ള സ്ഥലങ്ങൾ, ദുംക, ജംഷേദ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഈ ചെറിയ ഒരു ലെഫ്റ്റ് ഓറിയൻറ്റേഷനുള്ള ശക്തി കേന്ദ്രങ്ങൾ, അതിനെ എതിർക്കാൻ BJPക്ക് അവിടെ കഴിയുന്നു എന്നതാണ് ജാർഖണ്ഡിൻ്റെ ഒരു സ്ഥിതിവിശേഷം. പക്ഷേ കോൺഗ്രസ്സിന് അവിടെ ഫലപ്രദമായി ഒന്നും മുന്നോട്ട് വയ്ക്കാൻ ജാർഖണ്ഡിലില്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിക്കൊരു തിരിച്ചടിയായി മാറുന്നത്. കാരണം കോൺഗ്രസ് ഒരു പ്രൈം ഫൈറ്ററായി നിൽക്കുമ്പോഴാണ് അവിടെ ഇന്ത്യ മുന്നണിക്കൊരു പ്രസക്തി വലുതാകുന്നത്. BJPയെ നേരിടാൻ കോൺഗ്രസ് ഒരു പ്രധാന ശക്തിയായി വരുന്നൊരു സാഹചര്യത്തിലാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല. ഇതിൽ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ ജാർഖണ്ഡിലെ ഈ സീറ്റുകൾ എടുക്കുമ്പോൾ അതിൽ 5 സീറ്റുകൾ ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ആ ഷെഡ്യൂൾഡ് ട്രൈബിന് റിസർവ്ഡ് സീറ്റ്സാണ്. ഒരെണ്ണം ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടിയുള്ളതാണ്. ബാക്കിയുള്ള സീറ്റുകളിലാണ് ജനറൽ സീറ്റിലേക്ക് മത്സരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് അവിടെ കരുത്തരായ നേതാവുണ്ട്. അർജുൻ മുന്നയുണ്ട്, അന്നപൂർണ ദേവിയുണ്ട്. അങ്ങനെ ജാർഖണ്ഡിൽ BJPക്ക് ഉയർത്തിക്കാണിക്കാനായി വളരെ കരുത്തരായ അവരുടെ ട്രൈബൽ ലീഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഗീതാ കോറയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഏകയാൾ രാജിവെച്ച് BJPയിലേക്ക് വരികയും ചെയ്തു. കോൺഗ്രസ്സിന് അങ്ങനെ ഒരു ഫാക്ടറില്ല. ആകെയുള്ളത് JMMൻ്റെ നേതാക്കളെ മുന്നിൽ നിർത്തി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നതാണ്. അത് എത്ര കണ്ട് വിജയിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ. ഈ ന്യൂനപക്ഷ വോട്ടുകൾ, ആ ഒരു ധ്രുവീകരണം, മുസ്ലിം യാദവ വോട്ടുകളുടെ ഒക്കെ ഒരു ധ്രുവീകരണം, ഇതൊന്നും സഹായിക്കുന്നില്ല മറുഭാഗത്തുള്ളവരെ. ആ ഒരു ധ്രുവീകരണവുമൊന്നും NDAയെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുകൂടിയാണോ? അല്ല, സ്വാഭാവികമായി നമ്മളിപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പാണ് ഏറ്റവും ഒരു മിനിയേച്ചർ പിക്ചറായി നമുക്ക് മുന്നിലുള്ളത്. അവിടെ ഈ 81 സീറ്റുകളിൽ ഈ ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ്, RJD തുടങ്ങി, അല്ലെങ്കിൽ MLV എല്ലാം കൂടി ചേർന്നാണ് 48 സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം BJPയും AJSUം NCPയുടെ ഇവരുടെ വിഭാഗവും ചേർന്ന്, ഇൻഡിപെൻഡൻസും ചേർന്ന് 32 സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് BJPക്ക് വേണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഓവർകം ചെയ്യാവുന്നൊരു ഡിഫറൻസ് മാത്രമേ അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ളൂ. കൂടുതൽ പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നൊരു സാഹചര്യം. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നാഷണൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രാദേശിക വിഷയങ്ങൾ മങ്ങിപ്പോകുന്നതാണ് ജാർഖണ്ഡിൽ BJPക്ക് എപ്പോഴും ഒരു ആധിപത്യം കിട്ടുന്നത്. ഏതായാലും ജാർഖണ്ഡിലെ അഭിപ്രായ സർവേ കൂടെ വരുമ്പോൾ ടോട്ടൽ നമ്പറിലേക്ക് ഒന്ന് നോക്കണം. 300 കടന്നിരിക്കുന്നു NDAയുടെ സംഖ്യ. 302 സീറ്റുകളിൽ NDA നേടും. ഈ 402 മണ്ഡലങ്ങളുടെ റിസൾട്ടുകൾ അഭിപ്രായ സർവേകൾ വരുമ്പോൾ എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് ചിത്രം. എന്തായാലും 402 എന്ന സംഖ്യയിലേക്ക് എത്തുമ്പോൾ 302 എന്ന സംഖ്യയിലേക്ക് NDA വരുന്നു എന്നതാണ്. 400 എന്ന മാജിക്കൽ സംഖ്യയിലേക്ക് BJP NDA എത്തുമോ എന്ന കാത്തിരിപ്പ് നമുക്ക് കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രം അവശേഷിക്കുന്നു. പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഈ 3 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് നമുക്ക് പരിശോധിക്കേണ്ടത്.